നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ സിപിഎം തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിൽ കസേരക്കളി മുറുകുന്നു. മുൻപ് ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി പദവി ഒഴിഞ്ഞപ്പോൾ വർക്കല എംഎൽഎ വി ജോയ് തന്നെ ആ പദവിയിലേക്ക് വരണമെന്ന് വാശി പിടിച്ച മുൻമന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ അതേ ജോയ്ക്കെതിരെ ഇരട്ടപ്പദവി തിയറി ആയുധമാക്കുന്നതാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പുതിയ കൊടുങ്കാറ്റ് ഉയർത്തിയിരിക്കുന്നത്. നേമത്തെ പരാജയത്തോടെ പാർലമെന്ററി പദവികളും മന്ത്രിസ്ഥാനവും ഒന്നിച്ചു നഷ്ടപ്പെട്ട വി ശിവൻകുട്ടിക്ക് ജില്ലാ സംഘടനയ്ക്കുള്ളിൽ പുനരധിവാസം ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ്. ഇതിന്റെ പരസ്യമായ പ്രഖ്യാപനമെന്നോണം കഴിഞ്ഞ ദിവസം നടന്ന സുപ്രധാനമായ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പോലും ശിവൻകുട്ടി ബഹിഷ്കരിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. മുൻപ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉയർന്ന വേളയിൽ യുവനേതാവായ സുനിൽകുമാറിനെ തലപ്പത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിന്റെ താൽപര്യം. എന്നാൽ അന്ന് വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടങ്ങുന്ന മുതിർന്ന നേതാക്കളുടെ അച്ചുതണ്ട് സുനിൽകുമാറിന്റെ വഴി തടയാൻ ഒന്നിച്ച് രംഗത്തിറങ്ങി. ഒരു യുവനേതാവ് തങ്ങളുടെ മുകളിൽ വരുന്നത് തടയാൻ അന്ന് വർക്കല എംഎൽഎ ആയിരുന്ന വി ജോയിയെ ഇവർ ഒന്നിച്ച് ഉയർത്തിക്കാട്ടുകയായിരുന്നു ചെയ്തത്. പാർട്ടിയിലെ യുവത്വം എന്ന പൊതുതത്വത്തെ അട്ടിമറിച്ചുകൊണ്ട് വി ജോയ്ക്ക് വേണ്ടി അന്ന് സൗകര്യപൂർവ്വം മാറ്റിയെഴുതിയ നിയമങ്ങളാണ് ഇന്ന് അതേ നേതാക്കൾ തങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിനായി മാറ്റിപ്പറയുന്നത്. അന്ന് വി ശിവൻകുട്ടിയുടെയും കടകംപള്ളിയുടെയും പൂർണ്ണമായ ആശീർവാദത്തോടെ വി ജോയ് ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ആർക്കും ഈ ഇരട്ടപ്പദവി ഒരു തടസ്സമായി തോന്നിയിരുന്നില്ല. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അടക്കമുള്ള സാമുദായിക നേതാക്കളുടെ ശക്തമായ പിന്തുണയും അന്ന് ജോയിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ തുണയായി മാറിയിരുന്നു. പിന്നീട് നടന്ന ജില്ലാ സമ്മേളനം ജോയിയെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുത്തപ്പോഴും അദ്ദേഹം വർക്കല എംഎൽഎ ആയി തുടരുന്നതിൽ ആരും അയോഗ്യത കണ്ടതുമില്ല. തങ്ങളുടെ അധികാരപരിധിക്കുള്ളിൽ കാര്യങ്ങൾ സുരക്ഷിതമായി ഒതുങ്ങി നിന്ന അക്കാലത്തൊന്നും ഈ ഒറ്റയാൾ ഒരു പദവി സിദ്ധാന്തം എങ്ങും ചർച്ചയായില്ലെന്നാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി ജോയ് ജനവിധി തേടിയപ്പോഴും താൽക്കാലികമായി മാത്രമേ അദ്ദേഹം ഈ പദവിയിൽ നിന്ന് മാറി നിന്നിരുന്നുള്ളൂ. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് മടങ്ങിയെത്തിയ ജോയ്ക്ക് വീണ്ടും അനായാസം ജില്ലാ സെക്രട്ടറി കസേര തിരികെ നൽകാൻ അന്ന് മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി തന്നെയാണ് മുന്നിൽ നിന്ന് കരുക്കൾ നീക്കിയത്. അന്ന് നിയമസഭാംഗത്വവും പാർട്ടി ഭാരവാഹിത്വവും ജോയ് ഒന്നിച്ചു കൊണ്ടുപോയപ്പോൾ പുലർത്തിയ മൗനം സ്വന്തം കയ്യിലെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ വലിയ ആദർശ പ്രസംഗങ്ങളായി മാറുന്നതാണ് പാർട്ടിക്കുള്ളിലെ പുതിയ പുകച്ചിലിന് പ്രധാന കാരണം. തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ സംഘടനയുടെ നിയമങ്ങളെ സൗകര്യപൂർവ്വം വ്യാഖ്യാനിക്കുകയായിരുന്നു ഈ മുതിർന്ന നേതാക്കൾ. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ തിരുവനന്തപുരത്തെ CPM അണിയറയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിമറിഞ്ഞു. തലസ്ഥാന ജില്ലയിൽ CPMന്റെ കരുത്തരായ 4 സംസ്ഥാന സമിതി അംഗങ്ങളാണ് ഒന്നിച്ച് ജനവിധി തേടിയിറങ്ങിയത്. വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, DK മുരളി, വി ജോയ് എന്നിവരായിരുന്നു ആ പ്രമുഖർ. എന്നാൽ ജനവിധി വന്നപ്പോൾ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വി ജോയ് മാത്രം ജനപിന്തുണയോടെ നിയമസഭയിലേക്ക് ജയിച്ചു കയറുകയും ബാക്കി 3 മുതിർന്ന നേതാക്കളും വൻ പരാജയം ഏറ്റുവാങ്ങുകയുമാണ് ഉണ്ടായത്. നേമത്തെ ചുവപ്പുകോട്ട തകർന്നതോടെ ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്കാണ് തലസ്ഥാനത്ത് കനത്ത മങ്ങലേറ്റത്. തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് പരാജയപ്പെട്ടതോടെ അതുവരെ പല ചേരികളിലായിരുന്ന മുതിർന്ന നേതാക്കൾ വി ജോയിയെ ഒതുക്കാൻ ഒന്നിച്ച് കൈകോർക്കുന്ന കൗതുകകരമായ കാഴ്ചയ്ക്കാണ് പിന്നീട് പാർട്ടി സാക്ഷ്യം വഹിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി വി ജോയ് തന്റെ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല യുവനേതാവായ AA റഹീമിന് കൈമാറിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കഴിഞ്ഞ് ജയിച്ച MLA ആയി ജോയ് തിരിച്ചെത്തിയപ്പോൾ സ്വാഭാവികമായും ആ കസേര അദ്ദേഹത്തിന് തന്നെ മടക്കി നൽകേണ്ടതായിരുന്നു. എന്നാൽ ജോയ്ക്കിനി സംഘടനയുടെ ചുമതല നൽകരുതെന്ന കടുത്ത വാശിയിലാണ് വി ശിവൻകുട്ടിയും സംഘവും ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇരട്ടപ്പദവിയുടെ പേരിൽ ജോയിയെ മാറ്റി നിർത്താൻ ശിവൻകുട്ടി ശ്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് അണികൾക്കിടയിൽ സംസാരമുണ്ട്. വി ജോയിയെ മാറ്റി നിർത്തിയാൽ ആ ഒഴിവിലേക്ക് തനിക്ക് വരാമെന്ന വി ശിവൻകുട്ടിയുടെ വ്യക്തിപരമായ താൽപര്യമാണ് ഈ പെട്ടെന്നുണ്ടായ ആദർശവാദത്തിന് പിന്നിലെന്ന് വ്യക്തം. അന്ന് സുനിൽകുമാർ എന്ന യുവനേതാവിന്റെ അവസരം വെട്ടി ജോയിയെ താങ്ങി നടന്നവർ ഇന്ന് നേമത്ത് തോറ്റ് കയ്യിൽ മറ്റു പദവികളില്ലാതെ വന്നപ്പോൾ സ്വന്തം പുനരധിവാസത്തിനായി ഇരട്ടപ്പദവിയുടെ ആനുകൂല്യം തേടുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ പരിഹാസത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. ജയിച്ചവനെ തോറ്റവർ ഒന്നിച്ച് കല്ലെറിയുന്ന ഈ വിചിത്ര ശൈലി തലസ്ഥാനത്തെ പാർട്ടി അണികൾക്കിടയിലും കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. ജനപിന്തുണ നഷ്ടപ്പെട്ട് തോറ്റവർക്ക് അഭയം നൽകാനുള്ള വേദിയായി ജില്ലാ കമ്മിറ്റിയുടെ തലപ്പത്തെ കസേരകളെ മാറ്റുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് ഒരു വിഭാഗം യുവനേതാക്കൾ കരുതുന്നു. AA റഹീമിന് നൽകിയ താൽക്കാലിക ചുമതല സ്ഥിരപ്പെടുത്താനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതിർന്ന നേതാവിനെ തിരുകി കയറ്റാനോ ഉള്ള നീക്കങ്ങൾ വി ജോയിയെ അനുകൂലിക്കുന്ന വിഭാഗം ശക്തമായി ചെറുക്കുന്നുണ്ട്. അധികാര കസേരകൾ നഷ്ടപ്പെടുമ്പോൾ മാത്രം പാർട്ടിയുടെ തത്വങ്ങളും അച്ചടക്കവും ഓർമ്മ വരുന്ന മുതിർന്ന നേതാക്കളുടെ ഈ നിലപാട് മാറ്റം CPM സംസ്ഥാന നേതൃത്വത്തെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് വൈരാഗ്യം മൂത്ത് തിരുവനന്തപുരം ജില്ലാ ഘടകം വീണ്ടും പഴയ ഗ്രൂപ്പിസത്തിലേക്ക് മടങ്ങുമോ എന്ന ആശങ്ക സംസ്ഥാന കമ്മിറ്റിക്കുമുണ്ട്. വി ജോയ്ക്ക് സെക്രട്ടറി പദവിയിൽ തുടരുന്നതിന് എന്ത് അയോഗ്യതയാണുള്ളതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ എതിർക്കുന്ന വിഭാഗത്തിന് ഇപ്പോഴും സാധിക്കുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ ഇരട്ടപ്പദവി തർക്കത്തിൽ AKG സെന്ററിൽ നിന്നുണ്ടാകുന്ന അന്തിമ തീരുമാനമായിരിക്കും തിരുവനന്തപുരം CPMന്റെ വരുംകാല രാഷ്ട്രീയ കെട്ടുറപ്പ് നിശ്ചയിക്കുക. സ്വന്തം കസേര സംരക്ഷിക്കാൻ വി ശിവൻകുട്ടി നടത്തുന്ന ഈ വടിയെടുക്കൽ പോരും യോഗം ബഹിഷ്കരണവും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. തോറ്റ നേതാക്കളുടെ ഈ പടയൊരുക്കത്തെ ജയിച്ചുവന്ന വി ജോയിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അണികളും എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും തലസ്ഥാനത്തെ പാർട്ടിയുടെ ഭാവി.